ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവുമായുള്ള ബന്ധം നിലനിർത്തൽ അത്യാവശ്യമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്രകാരമാണ് അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നത് എന്ന് നമുക്കറിയണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്ത നബിയും റസൂലും അവൻ്റെ പ്രിയനുമായിരുന്നു. അള്ളാഹു അവിടുത്തെ എല്ലാ പാപങ്ങളും, അതായത് മുൻപിൻ പാപങ്ങളും പുറത്തു കൊടുത്തു. എന്നാൽ ഇത്രയും ഉയർന്ന ആദരവുണ്ടായിട്ടും ജനങ്ങളിൽ ഏറ്റവും അധികം ഇബാദത്തിൽ മുഴുകിയവരും ആവേശം കാണിച്ചിരുന്നവരും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ 2 കാൽപാദങ്ങളിൽ നീരുകെട്ടുവോളം അവിടെ നിന്ന് നമസ്കരിച്ചിരുന്നു. തങ്ങളോട് ചോദിക്കപ്പെട്ടു, അങ്ങയുടെ മുൻപിൻ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടതാണല്ലോ, തങ്ങൾ എന്തിനാണ് ഇത്രത്തോളം കഷ്ടപ്പെടുന്നത്? അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളുകയുണ്ടായി, ഞാൻ എൻ്റെ റബ്ബിന് നന്ദിയുള്ള ദാസനാകണ്ടേ എന്നാണ്. ഇതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരുന്നത് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, രാത്രികളിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് മാത്രം ഓതിക്കൊണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി മുഴുവനും കഴിച്ചുകൂടുമായിരുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ആയത്ത് ആവർത്തിച്ച് പാരായണം ചെയ്തുകൊണ്ട് പ്രഭാതം വരെയും കഴിച്ചുകൂടുമായിരുന്നു. ഏതാണ് ആയത്തെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ പറയുകയുണ്ടായി, ഇൻ തുഅദിബഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാർ മാത്രമാണ്. നീ അവർക്ക് പുറത്തു കൊടുക്കുന്നുവെങ്കിൽ നീ ഉന്നതനും തന്ത്രജ്ഞാനുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുമായിരുന്നു. എത്രത്തോളം എന്നാൽ ഇനി ഒരിക്കലും അവിടെ നിന്ന് നോമ്പ് ഉപേക്ഷിക്കുകയില്ല എന്ന് ഞങ്ങൾ കരുതിപ്പോയിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇനി ഒരിക്കലും അവിടെ നിന്ന് നോമ്പ് അനുഷ്ഠിക്കുകയില്ല എന്ന് ഞങ്ങൾ കരുതുവോളം അവിടെ നിന്ന് നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രാത്രിയിൽ നമസ്കരിക്കുന്നവരായ നിലയിൽ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരവും ഉറങ്ങുന്ന നിലയിൽ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും കാണാൻ കഴിഞ്ഞിരുന്നു. തങ്ങളുടെ നമസ്കാരത്തെപ്പറ്റി അബ്ദുല്ലാഹി ഇബ്നു ശഖീർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുക്കൽ ചെല്ലുകയുണ്ടായി. ചട്ടി അടുപ്പത്ത് വെച്ച് തിളച്ചു മറിയുന്നത് പോലെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കരച്ചിലിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമസ്കാരത്തിലല്ലാതെ മറ്റൊന്നിലും തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമാധാനപ്പെട്ടിരുന്നില്ല. ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തെ കാത്തുകൊണ്ട് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ജുഅലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമയാകുന്നത് നമസ്കാരത്തിലാണ്. സഹാബികൾ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ തങ്ങൾ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. രാത്രിയിൽ ശക്തമായ കാറ്റുണ്ടായാൽ അത് ശമിക്കുന്നത് വരെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദിലേക്ക് അഭയം തേടുമായിരുന്നു. സൂര്യഗ്രഹണ സമയത്തും ചന്ദ്രഗ്രഹണ സമയത്തും അവ തെളിയുന്നതുവരെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ കഴിഞ്ഞുകൂടുമായിരുന്നു. നമസ്കാരത്തെ കൊതിക്കുകയും അതിൻ്റെ സമയങ്ങളെ പ്രതീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമസ്കാരത്തിൽ പ്രവേശിക്കുന്നതുവരെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമാധാനമേ ഉണ്ടാവുകയില്ല. ചില സന്ദർഭങ്ങളിൽ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, അല്ലയോ ബിലാലെ, നമസ്കാരത്തിനായി കാമത്ത് കൊടുക്കുക, എനിക്ക് ആശ്വാസം പകരുക. ഇതാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടാവായ അള്ളാഹുവിനോട് കാണിച്ചിരുന്ന ബന്ധം പുലർത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മളുടെ അവസ്ഥ എന്താണ്?